എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. അതിൽ തന്നെ ശ്രദ്ധിച്ചറിയാം, കൃഷി കാർഷിക സംസ്കാരത്തെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ വളർച്ചയുമായി കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് പാടം പച്ച ഈ വരികളൊന്നും പാടിയിട്ടില്ല. പാവാടയിട്ടപ്പോ പാവം നീ എത്ര മേൽപോട്ടു പൊന്തി, എന്തൊരു ദാഹം എന്തൊരു വേഗം, എന്തൊരു തീരാത്ത തീരാത്ത ശോകം. അങ്ങനെ അങ്ങനെ ആ പാട്ടുകൾ ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിളായ വാക്കുകൾ, ലളിതമായ വാക്കുകൾ, നമുക്ക് ചുറ്റുമുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നിങ്ങൾ പറഞ്ഞ പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലെത്തിയ സുന്ദരി, അത് രാഘവ മാസ്റ്റർ തന്നെയാണ് പാടുന്നത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സംഗീത സംവിധായകൻ രാഘവ മാസ്റ്റർ തന്നെയാണ് പാടുന്നത്. യഥാർത്ഥത്തിൽ അത് രാഘവ മാസ്റ്റർ ആയിരുന്നില്ല ആദ്യം പാടിയത് സിനിമയ്ക്ക് വേണ്ടി. സിനിമയ്ക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ടാണ് പാടിച്ചത്. പക്ഷെ ആ പാട്ട് കേട്ട നിർമ്മാതാവ് ആ പാട്ടിൻ്റെ ഭാവം പൂർണ്ണമായി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് സംഗീത സംവിധായകനോട് പാടാൻ ആവശ്യപ്പെടുക. അദ്ദേഹം പാടിയപ്പോൾ നിങ്ങൾ പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് രാഘവ മാസ്റ്റർ രണ്ടാമത് പാടിക്കുകയും ചെയ്തു. വലിയ ഹിറ്റായി. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മുസ്ലിം കഥാപാത്രമാണ് ആ പാട്ട് പാടുന്നത്. പാട്ട് ഇരിക്കുന്ന ഇടം എന്ന് പറയുന്നത് ഒരു നായരുടെ കാപ്പിക്കടയിലിരുന്നാണ്, ചായക്കടയിൽ അത് പാടുന്നത്. അപ്പോൾ അത്രയേറെ പുരോഗമന സ്വഭാവം അതിൻ്റെ ദൃശ്യാവിഷ്കാരത്തിലൊക്കെ സംവിധായകർ പുലർത്തി എന്നാണ് ഞങ്ങൾക്ക് ധൈര്യം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ കായലരികത്ത് അലയെറിഞ്ഞപ്പോ വളകിലൊത്തിയ സുന്ദരി, പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. ആ പാട്ട് എന്തായിരുന്നു അറിയാമോ? നമുക്ക് ഒന്നിച്ച് പറയാമോ? ആ കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൊത്തിയ പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ നീലക്കുയിലിലെ പാട്ടുകളിലൂടെ ഒരു പുതിയ സംസ്കാരവും ഒരു പുതിയ ഗാനചരിത്രവുമാണ് മലയാളത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ 54 മുതൽ പാട്ടുകൾ ഇങ്ങനെ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒഴുകുകയാണ്. ഇതിലേറ്റവും കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് അടുത്തേക്ക് പോകാം. ആദ്യ സിനിമയിലെ കാര്യം ഞാൻ പറഞ്ഞു, സംസ്കൃതബദ്ധമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. സംസ്കൃതം മാത്രമല്ല, ഇംഗ്ലീഷ് വാക്കുകളിൽ പാട്ടുണ്ടായിരുന്നത്. ഷോക്ക് 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 എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടായിരുന്നു ആദ്യത്തെ സിനിമ. അയ്യ എന്ന് അവസാനിക്കുന്ന തരത്തിൽ തമിഴ് വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വൈവിധ്യമാർന്ന ഭാഷയിലെ വാക്കുകളുടെ ഒരു സമ്മേളനം കൂടിയായിരുന്നു നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ പാട്ടുകൾ. അങ്ങനെ പാട്ട് വരുന്നു. 54 പാട്ട് വരുന്നു. 55 ONV സാറ് ഗാനരചന രംഗത്തേക്ക് വരുന്നു. പലരും വയലാർ സാറാണ് ആദ്യം നമ്മളെന്ന് കരുതുന്നു. അദ്ദേഹം പാട്ടുകൾ എഴുതിയിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, വയലാർ സാറിൻ്റെ പാട്ടുകൾ ഇറങ്ങിയത് 56. 55 ONV സാറിൻ്റെ കാലം മാറുന്നു എന്ന സിനിമയിലെ പാട്ടുകൾ വന്നു. അപ്പോൾ ഇതിന് ഇടയിലൊരു പരസ്പരം ബന്ധിപ്പിക്കുന്ന പാട്ടുകൾ തമ്മിലുള്ള ചില റിലേഷൻസൂടെ ഞാൻ പറഞ്ഞതിലേക്ക് പോവാം. അത് അക്കാലഘട്ടത്തിൽ നാടക ഗാനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളായിരുന്നു. നിങ്ങൾ ഓർക്കണം, നാടകങ്ങളായിരുന്നു അന്ന് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളായി, ആശയപ്രചരണത്തിലുള്ള ഉപാധികളായൊക്കെ നമ്മൾ കണ്ടിരുന്ന നാടകങ്ങളെ. മധ്യ കേരളത്തിൽ KPSC സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രചാരണം നടത്തിയിരുന്നു. അതിലെ നാടകങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാമത്തെ നാടകമായ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതിലൊക്കെ അതിമനോഹരമായ 26 പാട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റാക്കി. അതെല്ലാം എഴുതിയത് ONV സാറാണ്. ONV സാറാണ് അതെല്ലാം എഴുതിയത്. ദേവരാജൻ മാസ്റ്ററാണ് അതെല്ലാം ട്യൂൺ ചെയ്തത്. അതിൽ എല്ലാ പാട്ടുകളും ഹിറ്റ് അല്ലെങ്കിലും ചില പാട്ടുകൾ നമ്മൾ ഓർത്തിരിക്കും.
പ്രത്യേകിച്ച് അതിന് ഏറ്റവും പ്രസിദ്ധമായ പാട്ടുകളാണ്. പൊന്നരിവാളം വെളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വെളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. വൻസാറിന്റെ പാട്ടാണ്. അതിൽ തന്നെ വെള്ളാരം കുന്നിലേ ആ പൊന്മുളം കാട്ടിലേ പുല്ലാങ്കുഴലും കാറ്റേ വാ. വളരെ സുന്ദരമായ പാട്ടുകൾ. മൂളിപ്പാട്ടുമായി തമ്പുരാൻ വന്നാൽ ചൂടാതങ്ങനെ നെൽക്കടി പെണ്ണെ എന്നൊക്കെ ഉള്ള കർഷക തൊഴിലാളി പെൺകുട്ടികൾക്കുള്ള ആഹ്വാനങ്ങളൊക്കെ പാട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരുപാട് പലതരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്ന പാട്ട്. ഈ പാട്ടുകളെല്ലാം ശ്രദ്ധിക്കാൻ നിങ്ങൾക്കറിയാം, അതെല്ലാം വളരെ സിമ്പിൾ ലാംഗ്വേജ്, ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള വാക്കുകളാണ്. ഈ കാലഘട്ടത്തിൽ വന്ന നാടക ഗാനങ്ങളിലെ പാട്ടുകളുടെ ഭാഷയാണ്. 52-ലാണ് ഈ പാട്ടുകൾ വരുന്നത്, KKS പാട്ടുകൾ. ആ പാട്ടുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് സംക്രമിക്കുകയും ചലച്ചിത്ര ഗാനങ്ങളുടെ ഭാഷയ്ക്ക് ഏറ്റവും സാധാരണക്കാരുടേതായ ഒരു ഭാഷാ സ്വരൂപത്തിലേക്ക് അത് പരിവർത്തനപ്പെടുത്തുകയും ചെയ്തു. നാടകഗാനങ്ങൾക്ക് ആ നാടകഗാനങ്ങളിലെ പാട്ടുഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. അതുകൂടി ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു.